പത്രം സാറേ, ആധാരത്തിന്റെ കാര്യം പറഞ്ഞ് നീ ഇങ്ങോട്ട് വരണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? എല്ലാം ഈ കുണ്ടറ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് ഞാൻ ഏറ്റു സാർ. ഇങ്ങോട്ട് വന്നേ. വരീന്ന്. എന്താടാ ഇങ്ങോട്ട് വന്നേ. എന്താ കാര്യം? അതെ, ടെൻഷൻ ആവുന്ന ഒരു സന്തോഷ വർത്തമാനം പറയാനുണ്ട്. നിങ്ങളൊരു അച്ഛനാവാൻ പോവാണ്. എന്റെ ചുനക്കരത്തപ്പ അറ്റാക്കാ? ആടോ, സത്യാണല്ലോ. എന്താ? എന്റെ മാമും പൂത്തടോ. ഈ മഴക്കാലത്തോ? പവിത്രൻ സാർ ഒരു ഉപമ പറഞ്ഞതാ. സാർ അച്ഛനാവാൻ പോകുന്നതിന്റെ ഞെട്ടലല്ലേ? കുണ്ടറേ, ഞാനൊന്ന് ഗർഭിണിയെ കണ്ടിട്ട് വരട്ടെ. വന്നപ്പോ പൂച്ചയെ പോലെ പതുങ്ങിയിരുന്നയാളാ. ഇപ്പൊ എന്തൊരു മാറ്റോ. അത് നമ്മളെ പറ്റിക്കാൻ പറഞ്ഞതാ. ആള് പുലിയാ. അത് കുണ്ടറക്കല്ലേ അറിയൂ. അപ്പൊ ചിയേഴ്സ്. പവിത്രൻ സാറേ, നിങ്ങൾ ഈ ഭൂമിയിൽ ഏറ്റവും ഭാഗ്യവാനായ അച്ഛനാവട്ടെ അല്ലേ? അല്ല, നിങ്ങൾ അടിക്കോ? അടി തുടങ്ങിയിട്ടില്ല. എന്നാ അപ്പം തുടങ്ങണ്ട. ഇപ്പൊ കേരളത്തിൽ പുതിയൊരു മദ്യപാനിക്ക് വളരാൻ പറ്റിയൊരു സാഹചര്യം. നിങ്ങൾ വേറെ എന്തൊരു ഐറ്റം നോക്കി? അല്ല, കൊക്കൈനോ, ഹെറൈനോ, കഞ്ചാവോ അല്ലേ? മതി മതി മതിയോ? പവിത്രൻ സാർ ഇനി ഒന്നും തുടങ്ങൂല ഇല്ലേ? 10ാം മാസം അച്ഛാ എന്ന് വിളിച്ചോണ്ട് ഒരാൾ ഇങ്ങോട്ട് വരും. ആണായിരിക്കോ പെണ്ണായിരിക്കും? എന്തായാലും എന്റെ മാതിരി ആവാഞ്ഞാ മതി. ഇങ്ങനെ കുപ്പി മണപ്പിച്ചിരുന്നോ ഈ പെൺകോന്തേ? കാമുകിമാർ ഒരകന്ന് നിന്നാൽ കൽക്കണ്ടം പോലെ, അടുത്ത് വരുമ്പോ ചൊറിയാൻ പുഴുവ ചൊറിഞ്ഞോണ്ടേയിരിക്കും. എന്റെ മനസ്സറിഞ്ഞ ആരുടെ ഇത് എഴുതിയത്? അന്നെ സോഡ ഒഴിച്ച് വളർത്തി വലുതാക്കിയ ഞാൻ തന്നെയാടാ. ഓന്റെ ഒരു ഡൗട്ട്. ആ, ചൊറിയുമ്പോഴും എഴുതി വെക്കുണ്ടല്ലോ. ചെല്ല് ഊതിക്കാനയക്കും. ഇത് അതിനൊന്നുമല്ല, എന്തൊരു സംശയം ചോദിക്കുന്ന. ഇവൻ ഭയങ്കര വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തിയാണല്ലോ. നിങ്ങൾ നോക്കിക്കോളി, ഇവൻ കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം വെള്ളടി തുടങ്ങി. ഈ അങ്ങനെ തുടങ്ങിയ ഞാൻ കെട്ടിയെന്ന് ഊതാൻ. അതിന് ഞാൻ കുടിച്ചിട്ടില്ലല്ലോ. അത് ഈ പറഞ്ഞാ പോരല്ലോ. ഊതടാ. മണം പിടിക്കാത്ത പോലീസ് നായ. ഊതടാ. പോയിരുന്ന് പഠിക്ക്. ഞാൻ കുറച്ചുനേരം അവരോട് പോയിരുന്ന് പഠിക്കാൻ. See you tomorrow. രാജമ്മേ, നീ കൊണ്ട. കണ്ടു പഠിക്ക്. പെൺപിള്ളാര് രാവിലെ എഴുന്നേറ്റോട് സുന്ദരിയായി വരുന്നത്. ശരീരം മാത്രല്ല സൗന്ദര്യം, പിന്നെ അറിവും സൗന്ദര്യാണ്. എനിക്ക് അത് മതി. മോർണിംഗ്. മോർണിംഗ്. അതെ, വായിച്ചു കഴിഞ്ഞാൽ ആ പത്രവും തരണേ. ചായ. അടിച്ച കോള് തിരിച്ചടിക്കുകയാണല്ലോ ദൈവമേ. ഇത്ര വേഗത്തി? അതെ, വാതിലോർക്കാവോ? അതെ, വാതിലൊന്ന് തുറക്ക്. വാതിലോർക്ക് പ്ലീസ്. ഒന്ന് തുറക്കാൻ. വാതിലോർക്കുന്ന അതോ ചവിട്ടി പൊളിക്കണോ? വാതിലോർക്കാൻ. വാതിലോർക്കാനാ പറഞ്ഞ. വാതിലോർക്കല്ലേ ചവിട്ടി പൊളിക്കും. എടോ, വാതിലോർക്കണോ പ്ലീസ്. പടി കയറണ്ട. ഹലോ, എന്താടാ? ഓളോട് വാല് തുറക്കാൻ പറ. ഈ വാതിലും തുറന്നു കൊടുക്കൂലേ? ഇതൊട്ടും ശരിയായില്ല. നീ അവിടെ കിടക്ക്. ഓളാരാ എന്താന്ന് അറിയാതെ ഇതിനകത്ത് വല്ല ബോംബും വെക്കാൻ വന്നാണെങ്കിലോ? അതേടോ, ബോംബ് വെക്കാൻ വന്നതാ. കോഴിക്കോട് കളക്ടറേറ്റിന്. ആ ബാഗിനകത്ത് ബോംബാ. താൻ എടുത്തോ.
അന്റെ തമാശ ഒന്നും ഇവിടെ വേണ്ട. മര്യാദക്ക് വല്ലൂർ കൊടുത്ത് അന്നെ പറ്റി സംശയം തോന്നിട്ട് തന്നെ ഓ മുറി കയറി പരിശോധിച്ചു. ഈ IELTS പഠിക്കാൻ വന്നവർക്കൊക്കെ ഓടി കാണുന്നത് എന്താ കാര്യം? മൊത്തത്തിലൊരു വശപശം ഉണ്ട്. തോന്നിയാ പറഞ്ഞോണ്ടല്ലോ. പറഞ്ഞ ഈ എന്ത് പിടി? പറയടോ. ഞാൻ നിർത്ത്. ഇന്നത്തേക്ക് ഇത്രയും മതി. വാ. എന്റെ ഫസ്റ്റ് സെമസ്റ്റർ പരീക്ഷ ഒന്ന് കഴിഞ്ഞോട്ടെ. ഇനി ഇത് ആവർത്തിക്കില്ല, ഞാൻ ഉറപ്പ് തരുന്നു. മോള് തുറന്നു കൊടുക്ക്. പൈസയ്ക്ക് ആവശ്യമുള്ള സമയത്ത് ആരാ എന്താന്ന് ചോദിക്കാതെ ഇവിടെ താമസിപ്പിച്ചെന്നുള്ളത് ശരിയാ. അന്നെ പറ്റി ഞങ്ങൾക്ക് ഒന്നും അറിയില്ല. പക്ഷെങ്കിൽ ദിവസവും രാവിലെ പത്രം എടുത്ത് നിവർത്തി നോക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാവാറുണ്ട്. അന്നെ പോലുള്ള പെൺകുട്ടികൾക്ക് ഏത് പാതിരാത്രിയും കറങ്ങി നടക്കാനും കയറാനും വരാനും പറ്റുന്ന ഒരു ലോകത്തല്ല ഈയൊക്കെ ജീവിക്കുന്നതെന്ന്. എനിക്ക് ഈയപ്പോ വീട്ടിലൊരു അംഗം പോലെ തന്നെ. അന്റെ സുരക്ഷിതത്വം ഇപ്പൊ എന്റെ കൂടെ ഉത്തരവാദിത്വം. അനക്ക് നിങ്ങൾ സംഭവിച്ചാലേ സമാധാനം പറയണ ഞാനാ, അല്ല ദൈവം പറഞ്ഞു കൊടുക്കും. ഇറങ്ങി വേണം നടണ്ട, അങ്ങോട്ട് നീങ്ങുന്നു. ചന്ദ്ര ഈ എന്താ ഇവിടെ എന്റെ ബൈക്ക് പിടിച്ചു. എന്റെ പീഡിയ പൂട്ടി. ആരും ഒന്നും പറയണ്ട സ്റ്റാർ. നമ്മളെ ആ മഞ്ഞപ്പുറം ടീമും വന്നിട്ടുണ്ടായിരുന്നു. എല്ലാ ദിവസവും ഇവിടെ തന്നെയാണ് ഭായ്. വെള്ളം അടിച്ചു എന്ന് പറഞ്ഞാൽ അപ്പ പാട്ടിന്ന് പുറത്താ. ഇനി ഏതെങ്കിലും റൂമിനകത്ത് നിന്ന് രണ്ടെണ്ണം കഴിക്കാന്ന് വെച്ചാൽ ഒളിക്യാമറ ഏത് കാലിന്റെ ഇവിടെ സേഫാ. വൈകുന്നേരം ആകുമ്പോ വാസുവേട്ടൻ സാധനമായിട്ട് വരും. മൂപ്പര് വരുമ്പോ എന്റെ അച്ഛൻ കുഴി നീണിട്ട് വരുന്നൊരു സന്തോഷം എനിക്ക്. ഭയങ്കര നല്ല മനുഷ്യനാ. ഇനി ഈ മോന്ത് അപ്പൊ ഗുഡ് നൈറ്റ്. ഓ നമുക്ക് പോവാം. ഇതൊക്കെ ഇതൊക്കെ രണ്ട് ചായ എടുക്ക. ആ പിന്നെ മാറി ഞാൻ കൊടുത്തോളാം. ഈ കൊടുത്താൽ ശരിയാവും. എന്താ അറിയാം, ഈ പോലീസുകാർക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ പ്രത്യേക നാക്കുണ്ട്. ഞാൻ പറഞ്ഞ ഷോപ്പ് ഇവിടെ അടുത്താണ്. ഇവിടെ അടുത്താ സാർ. ഇതാ സാർ ചായ. എന്തോടോ ഈ ചായപ്പൊടിന്റെ പ്രശ്നം എന്തുകൊണ്ട്? അയ്യോ, ഇതാണോ എന്റെ ചായപ്പൊടി? ഒരു ഗ്ലാസ്സിൽ എത്ര ആക്കി വേണേ മദ്യം കുടിക്കാം, പക്ഷെ ചായ കുടിച്ചാ പ്രശ്നമായത്. ഓരോ നിയമങ്ങളെ പോയരാ. ഒന്ന് പ്രാർത്ഥിച്ചേക്ക്. അല്ല ഇങ്ങോട്ട് വേടാ. സാർ പറഞ്ഞിട്ടുള്ള ഇങ്ങോട്ട് നീക്കണം. നീ കള്ളു കുടിച്ച ഗ്ലാസ്സിൽ ചായ ഒഴിച്ചു കൊടുക്കൂലടാ. അതോ പോലീസ് മൊബൈലും പാറാണോ നടത്തണത്? അയ്യോ, ചന്ദ്ര സാർ എങ്ങനെയാ? നല്ല വൃത്തിമേനുള്ളൊരു മനുഷ്യൻ. എന്നെ കൊണ്ട് എല്ലാ ക്ലാസ്സും കഴിച്ച് എനിക്ക് ബൈക്ക് ഓടിക്കാൻ റെഡി ആയിക്കാൻ. നമ്പിയാലേ അടുത്ത ആളെ ഇളങ്ങൊന്നേ. ശരി. എവിടെ നിന്നാണ് മോഷ്ടിച്ചത്? സാറ് മോട്ടിച്ചതല്ല, പിന്നെ ആകാശത്ത് നിന്ന് പൊട്ടി വീണാണോ? വീട്ടില് പേയം പാർക്ക് നടത്തിയപ്പം ആരോ വെച്ചിട്ട് പോയതാ. ആര്? അറിയില്ല, കുറെ നാളായിട്ടും ആരും എടുക്കാൻ വന്നില്ല. അപ്പം ബൈക്ക് ഓടിക്കാനുള്ള ആഗ്രഹം കൊണ്ട് എടുത്ത് ഓടിച്ചു പോയതാ. അതേടാ, ബൈക്കിന്റെ നെഞ്ചത്തേറി തന്നെയാ ഓരോരുത്തമാര് കുത്തിക്കൊലയും പിടിച്ചുപറിയും മോഷണവും ഒക്കെ ചെയ്യുന്നത്. ഇവൻ പറയുന്ന സത്യമാണെന്നൊന്ന് അന്വേഷിക്കും. തൽക്കാലം വിടണ്ട. ചേടാ വാടാ, അടുത്ത ആളെ വിളി. ഇതാ അതെ, മക്കള് വളരുന്ന പ്രായത്തില് പല ആഗ്രഹങ്ങളും ഉണ്ടാവും. അത് കണ്ടും കേട്ടും സാധിപ്പിച്ച എന്റെ രക്ഷിതാക്കളെ ചുമതല. ഇത് നിനക്ക് ഒറ്റക്കല്ല, നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി ഉള്ളതാ. പിന്നെ 1-ാം തീയതി മുതൽ അലുവക്കട നടത്തേണ്ടേ നീയാ. എനിക്കിനി കെട്ടിച്ചു വിടാൻ പെൺകുട്ടികളില്ല, ഞാൻ ഫ്രീയാ. നിങ്ങൾ കച്ചവടം നടത്തുക. കൊള്ളാലോടാ, 2 ഇടി കൊണ്ടാലെന്താ? പുതിയ ബൈക്ക്, കട, കോളടിച്ച്. അതെ, ഇന്നലെ ഇവിടെ ഒരാൾ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല.
എന്നെയും കൊണ്ട് വന്നതുകൊണ്ടല്ലേ പോലീസ് പിടിച്ചത്. ഞാൻ കാരണം. ഹേയ്, ആ വണ്ടി എപ്പോഴായാലും പോലീസ് പിടിച്ചേനെ. അത് ഇന്നലെ ആയി, അത്രേ ഉള്ളൂ. ഇയാള് ടെൻഷൻ ആവണ്ട. എബിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഇന്നലെ വൈകുന്നേരം മുതൽ ഫോൺ ബെല്ലടിക്കുന്നുണ്ട്, പക്ഷെ എടുക്കുന്നില്ല. അതെ, ഈ താക്കോലൊന്നും വരൂ. ബാറുകൾ പൂട്ടാ, പക്ഷെ എമ്പളെ തോൽപ്പിക്കാൻ പറ്റൂല. എമ്പക്കുമ്പളെ ചെക്കന്മാരെ വീടില്ലേ, എമ്പക്കടിക്കാൻ സ്ഥലം, ഓൽക്കടിക്കാൻ മദ്യം. പിന്നെ ഒരു മൂത്തേറിന്റെ സ്ഥാനത്ത് നിന്നിട്ട് വെൽക്കുള്ള കസ്റ്റമേഴ്സിന് ഒപ്പിച്ചു കൊടുക്കലാണ് എന്റെ പണി. അതാ നിങ്ങൾക്ക് പണി? അത് പകല്. രാത്രി എനിക്ക് ബീച്ചിൽ തട്ടുകട ഉണ്ട്. അമ്മോ, എമ്പക്ക് ജീവിച്ചു പോണ്ട പോയി. പിന്നെ പണിയെടുക്കാതെ ജീവിക്കുന്ന ഒരു ഒറ്റ ആളെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടുള്ളൂ. ഇതായിരിക്കുന്ന നമ്മളെ കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് മഞ്ഞപ്പുറ വാസുവട്ടെ. ഈ കൂപ്പയിലാണ് എല്ലാരും മൂക്കുത്തി പോണേ. കണ്ടോ, അതിന്റെ എന്തെങ്കിലും അഹങ്കാരം വാസുകാരന്റെ മുഖത്തുണ്ടോ? അതാണ് വാസുവട്ടെ. അനക്ക മൂത്രമൊഴിക്കാൻ സമ്മതിക്കില്ല. ഗുഡ് ആഫ്റ്റർനൂൺ. തീപ്പെട്ടിയോ? ആരെടുക്കും? ഇതൊന്നും എടുക്കാൻ കുമ്പിട്ടെന്ന് കരുതിട്ട് എന്റെ അരയുള്ളൊന്നും അതിന് നിലത്ത് കിട്ടുമല്ലോ കേട്ടോ. നട്ടുച്ചയായിട്ടും പോകാത്തെ പകലിവിടെ പാർക്ക് ചെയ്തതിന് എക്സ്ട്രാ ചാർജ് മതിയായ മനുഷ്യനെ ജീവിക്കാനും സമ്മതിക്കരുത്. നിങ്ങള് ഒന്ന് പോടെ ചങ്ങായി. ഓറഞ്ച് ഓറഞ്ച് നിങ്ങൾക്കൊക്കെ ഒന്ന് ഫോൺ വിളിച്ചെടുത്തൂടെ? അല്ലേ പിന്നെ തിരിച്ചു വിളിക്കുക. നല്ല ആൾക്കാരാ. തിരിച്ചു വിളിക്കാൻ പൈസ വേണ്ടേ? അതിനൊക്കെയുള്ള കോളായിട്ടാ ഞാൻ ഇപ്പൊ വന്നത്. ഇത് രഘു, കുവൈറ്റില, വന്നിട്ട് ഒരാഴ്ചയായുള്ളൂ. നമസ്കാരം. ഇത് മൈക്കിൾ രാജമ്മ, ഇത് വിഷ്ണു യോഹന്നാൻ. ഇതല്ലേ ഇവരുടെ പേരാ? ഇത് കേട്ട് നിങ്ങൾ പേടിക്കണ്ട. വിളിക്കാനുള്ള സൗകര്യത്തിന് ഞങ്ങൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് രാജമ്മ, ഇത് യാഹു. നിങ്ങൾ എല്ലാവരും ചെല്ലി പോയി സെറ്റപ്പ്. ചന്ദ്ര ചെല്ലി, ഞാൻ ഈരോടൊന്ന് സംസാരിക്കട്ടെ. ഓനിട്ടിക്കണം മോതിരത്തിൽ പൊറോട്ട അടിക്കാലോ. പൊറോട്ട മാത്രല്ല, മസാലോശയും ചൂടാം. എന്തൊക്കെ കഴിക്കാൻ ആഗ്രഹമുണ്ടോ അതൊക്കെ വിളിച്ചു പറഞ്ഞോളി. പൂത്ത പൈസയാ. എന്തെങ്കിലും ഒരു കാഞ്ചി ആ ഫോണിൽ വന്ന് ഓളെ വിളിക്കാനാ? ഈ ആ ഫോണിൽ വാങ്ങിച്ചു എന്നിട്ട് കഴിക്കാൻ എന്തെങ്കിലും പെരുത്തോടരുത്. നിങ്ങൾ വാ. എങ്ങനെ ഓളായിട്ട് ഇപ്പോഴും നല്ല ജപയല്ലേ? പിന്നെ രാജമ്മേ. CB 2, ആവോലി മുളകിട്ടത് 5. വലുതാ ചെറുതാ? വലുത്. പിന്നെ മട്ടൺ ഫ്രൈ 2, മട്ടൺ റോസ്റ്റ് 5, അയില വറുത്തത് 10. ചിക്കൻ 65 2, പിന്നെ പിയേഴ്സ് 2, കോൾഗേറ്റ് 250 ഗ്രാം. പിന്നെ അന്റെ ഫോണിൽ 135, യാഹൂന് ഓന് 135 2 ഇരുന്നോട്ടെ. ഓന് സ്വന്തമായിട്ടൊരു പ്രേമൊക്കെ ഉള്ളതല്ലേ.
അന്നെ പോലെ അല്ലല്ലോ. എല്ലാം ബില്ലിക്കറ്റിനാരും ഞാനേറ്റ്. ടിപ്പ് നല്ലോണം വാങ്ങി തരണം. ഓക്കെ.